റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം അവസാനം പ്രഖ്യാപിച്ചേക്കും. പ്രമുഖ നേതാക്കൾക്കൊപ്പം പുതുമുഖങ്ങളെയും സർപ്രൈസ് സ്ഥാനാർത്ഥികളായി കളത്തിലിറക്കാനാണ് നീക്കം. മുൻ ഗോവ ഗവർണർ കൂടിയായ PS ശ്രീധരൻപിള്ള അടക്കമുള്ളവർ മത്സരത്തിനിറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഹരിമോഹനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ഹരിമോഹൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ എത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഒരു അനൌദ്യോഗിക തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കും. ആദ്യഘട്ടത്തിൽ പ്രമുഖരുടെ സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ അറിയുന്നത്. നമുക്കറിയാവുന്ന പോലെ മുതിർന്ന നേതാക്കളെല്ലാം കളത്തിലിറങ്ങും. ഒപ്പം പുതുമുഖങ്ങളെ കൂടി രംഗത്തിറക്കുന്നു എന്നറിയുന്നു. ഇപ്പോഴിതാ ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയും ബിജെപിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ PS ശ്രീധരൻപിള്ളയും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നതാണോ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന വാർത്ത? തീർച്ചയായിട്ടും വിനിത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുതന്നെയാണ്. ഗോവ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം, അല്ലെങ്കിൽ ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം PS ശ്രീധരൻപിള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. 2 മണ്ഡലങ്ങളാണ് ഏറ്റവും കാര്യമായി നോക്കുന്നത്. അതായത് മുൻപ് മത്സരിച്ചിട്ടുള്ള ചെങ്ങന്നൂരും പിന്നീട് തിരുവല്ലയുമാണ് നോക്കുന്നത്. ചെങ്ങന്നൂരിൽ മത്സരിക്കാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ വളരെ കുറവാണ്. കാരണം ചെങ്ങന്നൂരിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി ഏറെക്കുറെ റിസർവ് ചെയ്തു വെച്ച സീറ്റ് പോലെയാണ്. കായംകുളമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ലക്ഷ്യമെങ്കിലും കായംകുളം BDJS ആയതുകൊണ്ട് തന്നെ ചെങ്ങന്നൂർ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തുന്നു എന്നുള്ളതാണ് മത്സരിക്കാൻ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു സാധ്യത. മാത്രമല്ല മറ്റ് സീറ്റുകളിൽ പുതുമുഖങ്ങളെ പരമാവധി അണിനിരത്തിക്കൊണ്ട് ഒപ്പം സെലിബ്രിറ്റികളായിട്ടുള്ള ഒപ്പം ഈ അത്യാവശ്യം പൊതു കേന്ദ്രങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു വെച്ച ആളുകളെ അവരെയൊക്കെ തന്നെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി BJP കടക്കുന്നു എന്നുള്ളതാണ്. തൃപ്പൂണിത്തറയിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരും എന്നുള്ളതിന്റെ സൂചനകൾ ഒക്കെ തന്നെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് അത് ഏറ്റവും ശ്രദ്ധ പിടിച്ചു വെച്ച മണ്ഡലമാണ്. അവിടെ K സുരേന്ദ്രൻ മത്സരിക്കുന്നതായിട്ടുള്ള ചില വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിലും മഞ്ചേശ്വരത്തെ സുരേന്ദ്രന് ഏറെക്കുറെ തീരുമാനമായതുകൊണ്ട് ഒന്നെങ്കിൽ നടൻ കൃഷ്ണകുമാർ ജിയോ അതല്ലെങ്കിൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയോ വരും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഒപ്പം തന്നെ MD രമേശ് തൃശൂർ കൂടാതെ മറ്റ് സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ അവർ നേരത്തെ തീരുമാനിച്ചതുപോലെ കഴക്കൂട്ടം നിയമമടക്കമുള്ള മണ്ഡലങ്ങൾ ഇവയിലൊക്കെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. വിനീത, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ ഉണ്ടാകുമെന്നാണ് ഹരിമോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. നമുക്കറിയാവുന്നതുപോലെ PS ശ്രീധരൻപിള്ള അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർലമെന്ററി രംഗത്തേക്ക് വരുന്നുവെന്നതാണ് ഹരിമോഹൻ നൽകുന്ന വിവരം. ഇനി മണ്ഡലം ഏതാണ് എന്നുകൂടി നമുക്ക് കാത്തിരുന്ന് കാണാം.